നെയ്യാർ ഡാമിൽ നടന്ന KSUവിന്റെ സംസ്ഥാന ക്യാമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെയാണ് NSU KSUവുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെ മറ്റ് 3 പേരെ കൂടിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി അന്ന് അവിടെ ഉണ്ടാകാൻ സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജെറിൻ, അല്ലമീൻ തുടങ്ങിയ നെടുമങ്ങാട് നിന്നുള്ള KSU ഭാരവാഹികൾ തമ്മിലുണ്ടായ തർക്കവും വാക്കേറ്റവും പിന്നീട് കയ്യേറ്റത്തിലേക്കും അത് കൂട്ടത്തല്ലിലേക്കും കടക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സമിതിയുടെ അടക്കം കണ്ടെത്തൽ. എന്തായാലും അലൂഷ്യ സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും ഈ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയമായ നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചത് എന്നുമാണ് മറുവിഭാഗത്തിന്റെ ആക്ഷേപം. എന്തായാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ നെയ്യാർ ഡാമിലെ ക്യാമ്പിലുണ്ടായത്? ഇവിടെ ഈ ക്യാമ്പ് കഴിഞ്ഞ ദിവസം 3 ദിവസമായി നെയ്യാർ ഡാമിൽ നടന്ന KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ചില വിഷയങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇവിടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ KSU ഇവിടെ എന്നെ പുറത്താക്കിയതായി ഇന്ന് കത്ത് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനകത്ത് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നതാണ് എന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ഇതിനകത്ത് ഈ സംഘടനയ്ക്കകത്ത് ആ ഹാളിനകത്ത് നിന്നായിരിക്കുമല്ലോ ഈ വാർത്തകൾ പുറത്തു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാമ്പ് കഴിഞ്ഞ് ക്യാമ്പിന്റെ അന്നത്തെ ആ ഒരു വിഷയം കഴിഞ്ഞ രാവിലെ എന്നെ തിരുവനന്തപുരത്തുള്ള ഒട്ടനവധി മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾക്ക് എന്നെ പരിചയമുള്ള മാധ്യമ പ്രവർത്തകരാണ്. പലരും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഘർഷം നടന്നിട്ടില്ല, ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് കൃത്യമായി ഞാൻ ഇവിടെ എന്നെ വിളിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ കൃത്യമായ തെളിവുകളടക്കം ഞാൻ ബഹുമാനപ്പെട്ട KSU സംസ്ഥാന പ്രസിഡന്റിനും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ അത് കാണിക്കുന്നതിന്റെ കാരണം ഇവിടെ ഈ വിഷയം ഈ വാർത്ത ഇങ്ങനെ വരുമ്പോൾ KSU സംസ്ഥാന കമ്മിറ്റിയിലെ ചില ആളുകൾ ഇത് ഞാനാണ് വാർത്ത കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത വ്യാജമായി അവർ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ആ വാർത്ത ഞാനല്ല കൊടുത്തത് എന്ന് തെളിയിക്കുന്ന രേഖകളടക്കം നമ്മളെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ ബോധിപ്പിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അതിന് സംസ്ഥാന കമ്മിറ്റി ഒരു വിശദീകരണം ചോദിക്കേണ്ട ഒരു സംഘടനാ രീതിയുണ്ട്, ഒരു ഷോക്കോസ് നോട്ടീസ് തരേണ്ട രീതിയുണ്ട്. എനിക്കൊരു നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. എന്റെ മറുപടി പറയുന്നതിന് വേണ്ടി ഔദ്യോഗികമായി റിട്ടേൺ ആയി എഴുതി കൊടുക്കുന്നതിന് വേണ്ടി എന്റെ ഒരു മറുപടി ചോദിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി എനിക്ക് ഇതുവരെ ഒരു കത്തും നൽകിയിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇങ്ങനെ നടപടിയിലേക്ക് കടക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ K. സുധാകരൻ സാറിനൊപ്പം നിൽക്കുന്ന ഒരു KSU അനുയായിയാണ്, KSUവിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ഇടുക്കി രാമക്കൽമേടിൽ നടന്ന KSU ക്യാമ്പിൽ KSU ക്യാമ്പിൽ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിക്കുകയുണ്ടായി. വ്യാജ വാർത്ത എന്ന് പറയുന്നത് KSUവിനെ KPCC നേതൃത്വം സഹായിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഒരു വ്യാജ വാർത്ത വന്നത്. അപ്പൊ ആ വ്യാജ വാർത്ത വരുമ്പോൾ KSU പ്രമേയം പാസാക്കി എന്നുള്ള തരത്തിലാണ് ആ വാർത്ത വരുന്നത്. ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ KSU പ്രമേയം പാസാക്കി എന്നുള്ള തരത്തിലാണ് ആ വാർത്ത വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു യാതൊരു പ്രമേയവും KSU പാസാക്കിയിട്ടില്ല. ഇല്ലാതെ പ്രമേയം പാസാക്കി എന്നുള്ള വ്യാജ വാർത്ത വന്നു. അപ്പൊ അന്ന് ഞാൻ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന കമ്മിറ്റിയിലും ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. അതുപോലെ KSU സംസ്ഥാന ക്യാമ്പ് നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പങ്കെടുക്കുന്നതിന് കാരണം KSU ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കൃത്യമായി അതിനകത്ത് പ്രതികരിച്ചതാണ്. അങ്ങനെയാണ് KPCC പ്രസിഡന്റിന്റെ വാക്കിന് KSU നേതൃത്വം വില കൊടുക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇവിടെ KSU സംസ്ഥാന പ്രസിഡന്റായി ശ്രീ അലോഷി സേവ്യർ വന്നതിന് ശേഷം KPCC നേതൃത്വവുമായി തന്നെ ഒരു കൂടിയാലോചന നടക്കുന്നില്ല. നമുക്ക് ഇവിടെ ക്യാമ്പുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു KPCC നേതാക്കളുടെ, അതായത് നമ്മുടെ മുതിർന്ന നേതാക്കളുടെ ഒരു സാന്നിധ്യക്കുറവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ചത്. അതിലപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും തന്നെ
എന്താണ് സംസാരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പരിമിതി കാണും. എന്നാൽ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചതാണ്. അവിടെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അലോഷ്യ സേവ്യർ നൃത്തം വെക്കുന്ന ചില ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. അത് ആ രാത്രിയിൽ ഉണ്ടായ സംഭവമാണോ അതോ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കലാവിരുന്നിലെ ചിത്രങ്ങളാണോ ഇങ്ങനെ പ്രചരിക്കപ്പെട്ടത്? ക്യാമ്പ് തുടങ്ങിയ ദിവസത്തെ, അതായത് 24-ാം തീയതിയിലെ ക്യാമ്പ് തുടങ്ങിയ ദിവസം നടന്ന ഒരു നൃത്തമാണ്. ആ നൃത്തം എന്ന് പറയുന്നത് KSUക്കാര് എല്ലാവരും ആ നൃത്തത്തിൽ പങ്കെടുത്തു. ആ ഒരു നൃത്തം പറ്റിയൊന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? അവിടെ മദ്യം ഉപയോഗിച്ചിരുന്നു ചില നേതാക്കൾ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിന്റെ വസ്തുതയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു സംഘടനാ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തുടർ നീക്കം എന്താണ് നിങ്ങളുടെ തുടർ നീക്കങ്ങൾ? വരും ദിവസങ്ങളിൽ എന്താണ് സംഘടനാപരമായിട്ട് ഞാൻ ഇതിന് നമ്മുടെ ലീഡർഷിപ്പിന് ഞാൻ എന്റെ നിരപരാധിത്വം എന്തെന്ന് ബോധ്യപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ഞാൻ തുടർ ദിവസങ്ങളിൽ പോകും. അന്വേഷണ സമിതിക്ക് മുമ്പിൽ നിങ്ങൾ മൊഴി കൊടുക്കുവോ അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? KPCCയുടെ അന്വേഷണ സമിതിയോട് പൂർണ്ണമായി നമുക്ക് വിശ്വാസമാണ്. ബഹുമാന്യനായ KPCC പ്രസിഡന്റ്, KPCCയുടെ 2 ജനറൽ സെക്രട്ടറിമാര്, ബഹുമാനപ്പെട്ട പഴകുളം മധുച്ചേട്ടനെയും, KPCCയുടെ ജനറൽ സെക്രട്ടറി പഴകുളം മധുച്ചേട്ടനെയും പിന്നെ മറ്റൊരു ജനറൽ സെക്രട്ടറി പിന്നെ MM നസീർക്ക് അടക്കം ഉള്ള മുതിർന്ന KPCC ജനറൽ സെക്രട്ടറിമാരെ അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നമുക്ക് വിശ്വാസമാണ്. KPCC കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ച KSU ക്യാമ്പിലും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വസ്തുതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, പിന്നീട് പ്രതികരിക്കാം. ഇപ്പോൾ ഞാൻ ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഭാഗത്ത് ഉണ്ട നിരപരാധിത്വം എന്തെന്ന് മാത്രമേ ഞാനിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. KSU സംസ്ഥാന ക്യാമ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഒരു വിഭാഗത്തിനെതിരെ മാത്രം എടുത്തിരിക്കുന്ന ഈ നടപടി എന്ന തരത്തിലാണ് K. സുധാകരന് ഒപ്പം നിൽക്കുന്ന അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശദീകരണം. സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഇതിൽ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയായി മാറും. എന്തായാലും KSU ക്യാമ്പിൽ ഉണ്ടായ സംഘർഷം സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സാഹചര്യമാണ് നിലവിൽ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.